നമസ്കാരം. അഞ്ചലിൽ വ്യാപാര സ്ഥാപനം കേന്ദ്രീകരിച്ച് വൻ തട്ടിപ്പ് നടത്തിയ ആളിനെ ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഞ്ചലിലെ നേതാക്കൾ ഇടപെട്ട് പിടികൂടി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിലെത്തി ഈ തട്ടിപ്പ് വീരൻ സ്ഥാപനത്തിൽ മ്യൂസിക് വയ്ക്കുന്നതിന് ലൈസൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും പണം തട്ടാൻ ശ്രമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. വ്യാപാരി വ്യവസായി അംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി പോലീസിനെയും വിളിച്ചു വരുത്തി നാടകീയമായ തട്ടിപ്പ് വീരനെ പിടികൂടുകയായിരുന്നു. അന്നേരം നമ്മളെ യാര ബ്യൂട്ടി ക്ലിനിക്കിലെ യാരയില് നമ്മളൊരു മെമ്പറാണ്. അവിടെ വന്നിട്ട് ഒരുത്തൻ വന്നിട്ട് ഈ അകത്ത് പാട്ടിൽ തന്നെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ പ്രശ്നം അവരെ വരട്ടി. അപ്പൊ അന്നേരം അങ്ങോട്ട് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ സ്ഥലത്തില്ല. അപ്പൊ നമ്മൾ ആൾക്കാരുടെ ഞാൻ സ്റ്റേഷനുണ്ട്. കടയ്ക്കകത്ത് പാട്ടിൽ ലൈസൻസ് എടുക്കണം. സ്ക്വയർ ഫീറ്റ് അടിച്ചാൽ മതി. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കടയിൽ, യാറ ബ്യൂട്ടി പാർലറിൽ. നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കടയിൽ മ്യൂസിക് ഇടുന്നതിന് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് മ്യൂസിക് ഇടാനുള്ള അതോറിറ്റി ഇല്ല. ലൈസൻസ് എടുത്തേ പറ്റത്തുള്ളൂ. ലൈസൻസ് എടുക്കണം. എന്നിട്ട് അയാൾ ഡീറ്റെയിൽസ് അതും ഇതൊക്കെ ചോദിക്കുകയാണ്. എന്താണ് വേണ്ടത്, അത് വേണ്ടത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതേപോലെ നമുക്ക് ലൈസൻസിന്റെ കാര്യം നമ്മൾ ഇതേപോലെ കേട്ടിട്ട് പോലും ഇല്ല, ഇങ്ങനത്തെ ഒരു കമ്പനി. പിന്നെ അയാൾ ചോദിച്ചു, പ്രൂഫ് ഉണ്ടോ, നിങ്ങൾക്ക് ID പ്രൂഫ് ഉണ്ടോ? ID പ്രൂഫ് ഇല്ല. നിങ്ങൾക്ക് പിന്നെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ? വിസിറ്റിംഗ് കാർഡ് ഇല്ല. നിങ്ങൾക്ക് ഫോട്ടോ പതിപ്പിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വരുന്നതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? അതൊന്നുമില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ച ആയുള്ളൂ, അതുകൊണ്ട് ഈ കമ്പനി എനിക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല, അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമുക്ക് ID പ്രൂഫ് നിന്റെ കയ്യിൽ വെക്കേണ്ടത്. അങ്ങനെ ഉള്ളൊരു വ്യക്തി വന്ന് നമ്മൾ നമ്മുടെ അസോസിയേഷനിലെ ആൾക്കാരെ അറിയിച്ചു. പൈസ ആവശ്യപ്പെട്ടു. ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ടേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ ഒരു എമൗണ്ട് ഉണ്ടോ, ലൈസൻസിന് എത്ര എമൗണ്ട് വരുന്നത്? അപ്പോൾ ഫിക്സഡ് എമൗണ്ട് പറയാൻ പറ്റില്ല, അത് ഓരോ കടയുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചായിരിക്കും എമൗണ്ട് വരുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു സംസാരം അയാളിൽ നിന്നുണ്ടായി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സംശയം തോന്നിയിട്ട് നമ്മൾ അസോസിയേഷൻകാരെ അറിയിച്ചു. അസോസിയേഷൻ അവർ നേരെ ഡയറക്റ്റ് പോലീസിൽ ഇൻഫോം ചെയ്തു. അങ്ങനെ പോലീസ് വന്നു. പുള്ളിക്കാരനെ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഫോളോ അപ്പിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ID പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അതിൻ്റെ ഫോളോ അപ്പിലാണ്. അപ്പം എല്ലാ കടക്കാരും ഇതേപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേര് ID പ്രൂഫ് എല്ലാം പോലീസുകാർ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക. ആരിൽ നിന്നും പറ്റിക്കപ്പെടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കുക, അവരുടെ പ്രൂഫുകൾ ചോദിക്കുക. അങ്ങനെയുള്ള ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പോവുക. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കളിപ്പീരുകൾ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ സംശയം നമുക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അത് ഇന്ന് ഇട്ടേക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചെന്നെ ഈ വിവരം പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് നമ്മളുടെ സംഘടനയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഈ യാരയിൽ ചെല്ലുമ്പോൾ ഇവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിശ്വസനീയമാണ്. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത സംഗതി ആയതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചത്. പോലീസ് അവനെ ഇപ്പോൾ തൂക്കി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സംഭവ സ്ഥലത്ത് ഞാനില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സ്റ്റേഷനിൽ വന്നവനെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവൻ രാവിലെ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് അന്ന് അപ്പോഴവൻ ചോദിച്ചത്, പൈസ വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഞാൻ പൈസ സപ്ലൈ ചെയ്യുന്ന ആളാണ് എന്നുള്ള. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ബാങ്ക് എവിടെ, കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ മടത്തറയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ പൈസ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നവൻ്റെ മുഖം കാണുമ്പോഴാണ് ഇത് രണ്ടും ഒരാളാണെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ കടയിലും CCTV മറ്റു കാര്യങ്ങളുള്ളതല്ല, നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ ബൈപ്പാസ് റോഡിൽ നമുക്കുള്ള 1-2 ഹോട്ടലുകളിൽ ഇതുപോലുള്ള തട്ടിപ്പ് വീരന്മാർ വന്നിട്ട് മറ്റേ പ്ലാസ്റ്റിക് ബൂത്ത് 4-5 എണ്ണം ഒരുമിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടിക്കും, ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്നതാണ്, കോർപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിരട്ടി. ഇപ്പം തൽക്കാലം ഒരു 300 രൂപ തന്നാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ ഈ ഒരു ടീം തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും നമ്മളുടെ അഞ്ചൽ പ്രദേശത്ത് ഇപ്പം ഇങ്ങനെയുള്ള ടീമുകൾ ധാരാളമായി പെരുകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും ജാഗ്രതയായിട്ടിരിക്കണം. ഇങ്ങനെ അനധികൃതമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ സംഘടനാ നേതാക്കളെ അറിയിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.